നാഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ടിജു തോമസ്, നാഷണൽ ട്രഷറർ ആയിരിക്കുന്ന ബ്രദർ തോമസ് വർഗീസ്, യൂത്ത് കോർഡിനേറ്റർ ആയിരിക്കുന്ന ബ്രദർ എബ്രഹാം എം ജോർജ്, എനിക്ക് മുമ്പ് വളരെ അനുഗ്രഹിതമായ ദൈവവചനം സംസാരിച്ച റവറൻഡ് പാസ്റ്റർ ടി തോമസ് അവരുടെ, വരും ദിവസങ്ങളിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവരുടെ, ദൈവസഭയ്ക്ക് വളരെ വിലപ്പെട്ട ആദരണീയ ദൈവദാസന്മാർ നീണ്ടുനിര അവരുടെ കെ സി ജോൺ, അതേപോലെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ നീണ്ടുനിര ഇവിടെ ഉണ്ടല്ലോ, കുഞ്ഞപ്പി അവരുടെ ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ലോക്കൽ കോർഡിനേറ്റേഴ്സിനും വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച അനുഗ്രഹിത ഗായക സംഘത്തിന്, ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ മാന്യ സദസ്സിൽ, അമേരിക്കയിലും കാനഡയിലും സമീപ രാജ്യങ്ങളുമായി ശുശ്രൂഷിക്കുന്ന ശ്രേഷ്ഠന്മാരായ വിലപ്പെട്ട എല്ലാ കർത്തൃദാസന്മാർക്കും വേഗം വരുന്ന കർത്താവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. വളരെ ശക്തമായ ദൈവാലോചനകൾ നാം ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ ദീർഘമായ സമയങ്ങൾ ഇനിയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം ആസ്പദമാക്കി അടിസ്ഥാനപരമായ വചനം ഡോക്ടർ ബി വർഗീസാറിക്കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. യെശയ്യാ പറഞ്ഞ 28-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സീയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. ഉറപ്പുള്ള കല്ല്, ശോധന ചെയ്ത കല്ല്, വിലയേറിയ കല്ല്, അടിസ്ഥാന കല്ല്. 4 പദങ്ങൾ യെശയ്യാവ് ഓർപ്പിക്കുക. ഒന്നുകൂടെ ഞാൻ ആ വാക്കുകൾ പറയുന്നു: ഉറപ്പുള്ള കല്ല്, ശോധന ചെയ്ത കല്ല്, വിലയേറിയ കല്ല്, അടിസ്ഥാന കല്ല്. സഖരിയ പ്രവാചകൻ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഈ കല്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 7 കണ്ണുള്ള കല്ല്, സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണുള്ള കല്ല്. സഖരിയാവ് 10:4 ഈ കല്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൂലക്കല്ല്, കൃപയെന്ന ആണിക്കല്ല് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ശ്രേഷ്ഠമായ കല്ല്, മാന്യമായ കല്ല്, ജീവനുള്ള കല്ല്, ആ കല്ലിനോട് ചേർത്ത് പണിയുന്ന എല്ലാ കല്ലുകളും ജീവനുള്ള കല്ലുകളായി മാറും എന്ന് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ അധ്യായം 7-ാം വാക്യത്തിൽ ഇടർച്ചക്കല്ലെന്നും തടങ്കൽ പാറയെന്നും ആ കല്ലിൽ വീഴുന്നവനൊക്കെ തകർന്നു പോകുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 21:44 ഈ കല്ലിന്മേൽ വീഴുന്നവനൊക്കെ തകർന്നു പോകും, ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ ശലോമോൻ പറഞ്ഞ ആലയത്തിന്റെ കല്ലുകളെ കുറിച്ച് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ എങ്ങും തൊടാതെ പറന്നു വന്ന കല്ല്. ഇതെല്ലാം വിവരിപ്പാൻ ഇന്ന് രാത്രി ഞാൻ സമയമെടുക്കുന്നത്. നെബൂഖദ്നേസർ കണ്ട ബിംബം തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, അര വയർ താമ്രം കൊണ്ട്, തുട രണ്ടും ഇരുമ്പ് കൊണ്ട്, കാലും കാൽപാദങ്ങളും പാതി കളിമണ്ണും
പാതി ഇരുമ്പ്. ഇങ്ങനെയുള്ള വലിയ ബിംബത്തിന്മേൽ എങ്ങും തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് കാൽപാദത്തിൽ അടിക്കുമ്പോൾ ബിംബം തുടങ്ങുന്നത് സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പ് കളിമണ്ണെന്ന് പറഞ്ഞാണെങ്കിലും തകരുന്നത് കളിമണ്ണെ തുടങ്ങി കളിമണ്ണ്, ഇരുമ്പ്, താമ്രം, വെള്ളി, പൊന്ന് ഇങ്ങനെ മുഴുവൻ തകർന്ന് ധൂളിയായി ഒരു കാറ്റടിച്ച് അതിനെ എങ്ങും തൊടാതെ പറപ്പിച്ച് മാറ്റിയിട്ട് ഈ കല്ല് സർവഭൂമിയിലും നിറയുന്ന ഒരു വലിയ കല്ലായി മാറുന്നതായിട്ട് കാണുവാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എനിക്ക് ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ള ദൂത്, ഈ കല്ല് എനിക്കും നിങ്ങൾക്കുമെതിരായി ഉയർന്നു നിൽക്കുന്ന പർവ്വത സമാനമായ വിഗ്രഹ ശക്തികൾ, അത് പൊന്നാകട്ടെ, വെള്ളിയാകട്ടെ, താമ്രമാകട്ടെ, ഇരുമ്പാകട്ടെ, കളിമണ്ണാകട്ടെ, എന്തുമാകട്ടെ, അതിനെ ഒരു നിമിഷം കൊണ്ട് തകർത്ത് പൊടിയാക്കി പറപ്പിച്ച് ധൂളിയാക്കി അയക്കാൻ കരുത്തുള്ള കല്ലാണ് ഈ മൂലക്കല്ല്. മൂലക്കല്ലിന്റെ പ്രത്യേകത, രണ്ട് ഭിത്തികളെ തമ്മിൽ യോജിപ്പിക്കുന്ന കല്ലാണ് മൂലക്കല്ല്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ യോജിപ്പിച്ച കല്ല് ഈ മൂലക്കല്ലാണ്. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ യോജിപ്പിച്ചത് ഈ മൂലക്കല്ലാണ്. പരിശുദ്ധനെയും പാപിയെയും തമ്മിൽ യോജിപ്പിച്ചത് ഈ മൂലക്കല്ലാണ്. യഹൂദനെയും ജാതികളെയും തമ്മിൽ യോജിപ്പിച്ചത് ഈ മൂലക്കല്ലാണ്. ന്യായപ്രമാണത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ യോജിപ്പിച്ചത് ഈ മൂലക്കല്ലാണ്. മൂലക്കല്ലായി തീരണമെങ്കിൽ അതിന് ആയുധങ്ങൾ കൊണ്ട് നല്ല കൊത്തുപണികൾ വേണം. യേശുക്രിസ്തു എന്ന കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റാൻ അഞ്ചായുധങ്ങൾ ഉപയോഗിച്ചതായിട്ട് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ആയുധം 3 കാലിനും പാണികൾ ഈ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുവാൻ ഉപയോഗിച്ചു. 2 ആലയ പണിയന്റെ കല്ല് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറുബകീർത്ത കല്ലാക്കിയതുപോലെ പീലാത്തോസിന്റെ അകത്തെ കൽത്തളം എന്നറിയപ്പെടുന്ന കുഴിയിൽ വെച്ച് ഈ കല്ല് ചാട്ടവാറ് കൊണ്ട് അടിച്ച് പല ആവർത്തി അടിച്ച് ഷേപ്പ് വരുത്തിയായിട്ട് കാണുവാൻ കഴിയുന്നു. ഈ കല്ലിന്റെ മൂടി ശരിയാക്കാൻ വേണ്ടി ഒരു വാള് കൊണ്ട് അറുത്തെടുത്ത മുക്കിരീടം തലയിലടിച്ച് കോല് കൊണ്ട് അടിച്ചുറപ്പിച്ച് അതിനെ ഷേപ്പ് വരുത്തിയതായിട്ട് കാണുവാൻ കഴിയുന്നു. അതെ, ഈ കല്ല് പിറന്നു വീണത്, ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ കല്ല് പിറന്നു വീണത് ഒരു പുൽത്തൊഴുത്തിലാണ്, ഒരു കന്നാലിക്കൂട്ടിലാണ് ഈ കല്ല് വന്ന് വീണത്. ഈ കന്നാലിക്കൂട്ടിൽ വന്ന് വീണ കല്ലിനോട് ചോദിക്കാം, കല്ലേ, അങ്ങ് സ്വർഗത്തിന്റെ മണിമകുടമല്ലേ, തേജസ്സിന്റെ പ്രഭയല്ലേ, തത്വത്തിന്റെ മുദ്രയല്ലേ, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന താൻ മാത്രം അമർത്തതയുള്ളവനായ അങ്ങ് എന്തിനാണ് കന്നാലിത്തൊഴുത്തി വന്ന് പിറന്നത്? ഉത്തരമുണ്ട്, ഞാൻ സ്വർഗത്തിലായിരുന്നപ്പോഴും മാറ്റിക്കെട്ടൊരു കുഞ്ഞാടാ, പിറന്നു വീണതും ഒരു ബലിമൃഗമായിട്ട ഈ യാഗമൃഗമാകേണ്ടതിനായി പിറന്നതുകൊണ്ട് ഞാൻ പിറന്നു വീണതും ഒരു കന്നാലിത്തൊഴുത്തിലാ. നിങ്ങൾക്കറിയാമോ, ആദം എന്ന മനുഷ്യന് ആ തക്ക തുണയാകുന്ന മണവാട്ടി ഒരുക്കാൻ ആദമിന്റെ 2 വാരിയല്ലുകളുടെ ഇടയ്ക്ക് നിന്ന് ഒരു വാരിയല്ല് തമ്പുരാൻ ഊരി മാറ്റിയപ്പോൾ 2 വാരിയല്ലുടെ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ടായി. ആ സ്ഥലം മാംസം വെച്ച് തമ്പുരാൻ പൊതിഞ്ഞിട്ടാണ് എടുത്ത വാരിയല്ല് കൊണ്ട് തക്ക തുണയാകുന്ന അവ്വയെ ഒരുക്കിയതെങ്കിൽ ഏതൻ പ്രദേശം മുതൽ അതേ പാപത്താൽ അന്യപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ തന്റെ മണവാട്ടി പാത്രത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് സ്വർഗത്തിന്റെ തേജസ്സായിരുന്ന, സ്വർഗത്തിന്റെ മണിമകുടമായിരുന്ന പുത്രൻ തമ്പുരാനെ കാൽവറിയിൽ ഒടുവിലത്തെ ആദാമായി 3 ആളുകളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ
വെക്കുമ്പോൾ അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകരുത് എന്ന് വചനമുള്ളത് കൊണ്ട് അസ്ഥി ഒടിയാതിരിക്കുവാൻ രണ്ട് വാരിക്കിടയിലൂടെ ഒരു വാരിയലിന്റെ കനമുള്ള യഹൂദ റോമൻ പടയാളികളുടെ ഒരു കുന്തം ആർന്നു കയറിയപ്പോൾ രണ്ട് വാരിയൽ അകന്നു. ഇടയ്ക്കൊരു വാരിയൽ ഊരി മാറുന്ന അകലത്തിൽ രണ്ട് വാരിയൽ മാറിയിട്ട് അതിനിടയ്ക്കൂടെ ചാടി ഒഴുകിയ രക്തത്തിൽ തന്റെ കാന്തയാകുന്ന മണവാട്ടിയെ തനിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ സ്വർഗം പദ്ധതിയിട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇത് ചോദന ചെയ്ത കല്ലായി, ഇത് ഒരുക്കപ്പെട്ട കല്ലായി, ഇത് കേടുകൾ തീർത്ത കല്ലായി ഉലകത്തിലേക്ക് പിറന്നു വീണപ്പോൾ എനിക്കൊരു ദൂത് കൈമാറാറുണ്ട്. ഇന്ന് രാത്രി നിന്റെ സകല കേടുകളും പാടുകളും തീർക്കുവാൻ മുഴുവൻ പാടുകളും ഈ കല്ലിന്റെ പതിഞ്ഞതാകട്ടോ. ഒരു ഉദാഹരണം ഞാൻ വേഗത്തിൽ പറഞ്ഞ് എന്റെ സമയത്ത് ഇരിക്കണമെന്ന് ശ്രദ്ധിച്ചേ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ യാത്ര ചെയ്ത് മരുഭൂമി വഴിയായി വരുന്ന അവസരത്തിൽ അവർ കഴിക്കുവാൻ തമ്പുരാൻ സ്വർഗത്തിലെ മഞ്ഞ പൊഴിഞ്ഞു കൊടുത്തു. മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ താഴെ വീണു. ഒരു പ്രമാണം കൊടുത്ത് പറക്കിക്കോണം. പറക്കുന്നവനെല്ലാം ഇടങ്ങഴി, കുറച്ച് പറക്കിയാലും കൂടുതൽ പറക്കിയാലും ഇടങ്ങഴി കാണും. അല്പമെങ്കിലും കൂടുതൽ ശേഷിച്ചു പോയെങ്കിൽ അത് കൃമിക്കും. വീട്ടിൽ വെച്ചാൽ ആ വീട്ടിൽ നാറും. അങ്ങനെ ആർക്കും ഇടങ്ങഴിക്ക് അപ്പുറത്ത് വെക്കാൻ അനുവാദമില്ല. പക്ഷെ ഒരു കാര്യം ദൈവം പറഞ്ഞു, ഇടങ്ങഴി മണ്ണ എടുത്ത് ഒരു പൊൻപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചേക്കണം. സൂക്ഷിച്ചു വെക്കുന്ന മഞ്ഞ 40 വർഷം കഴിഞ്ഞാലും കേടുവരത്തില്ല. ശ്രദ്ധിച്ചേ, ഒരേ വസ്തു തന്നെ വീട്ടിൽ വെച്ചാൽ ഒരു ദിവസം 24 മണിക്കൂർ കഴിയും മുമ്പേ അതിന് കേടുവരുന്നു. എന്നാൽ അതേ വസ്തു പെട്ടകത്തിൽ വെച്ചാൽ 40 വർഷം കഴിഞ്ഞാലും കേടുവരുന്നില്ല. എന്താ കേടുവരാതിരിക്കാൻ കാരണം? ശ്രദ്ധിച്ചു കേൾക്കണമേ. പെട്ടകം ഹല്ലേലൂയ അങ്ങ് വിശുദ്ധ മന്ദിരത്തിനകത്ത് ഇവിടെ നമ്മൾ വായിച്ചത് അതേ ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ വിശുദ്ധ മന്ദിരമായി പണിതു വരുന്നു. വിശുദ്ധ മന്ദിരത്തിനകത്താണ് ദൈവത്തിന്റെ കൃപാസനം ഇരിക്കുന്നത്. കൃപാസനത്തിന്റെ അകത്താണ് ഈ പെട്ടകത്തിനകത്ത് 3 വസ്തുക്കൾ. 1 മണ്ണിട്ട് വെച്ച പൊൻപാത്രം, 2 പ്രമാണങ്ങളിൽ 2 കൽപ്പലക, 3 അകരോന്റെ തളർത്ത് പൂത്ത് കായ്ച്ച് ബദാമ്പലമുണ്ടായ വടി. ഇത് 3 വെച്ചിരിക്കുകയാണ്. അതിനകത്ത് മണ്ണ എണ്ണ കേടുവരാത്തത്. ഒന്നാമത് ഇത് കൃപാസനത്തിന്റെ കീഴെയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഇന്ന് രാത്രി കൃപയുടെ കീഴിലാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് കേടുവരേണ്ട വസ്തുവാണെങ്കിൽ ഇരിക്കുന്നത് കൃപയുടെ കീഴിലാണെങ്കിൽ നിന്നെ കേടുവരാതെ എത്ര വർഷവും സൂക്ഷിക്കുവാൻ എന്റെ ദൈവം മതിയായവന. മനസ്സിലാകുന്നവർ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കണമേ. മണ്ണ കേടുവരാതിരിക്കാൻ കാരണം മണ്ണയിരിക്കുന്ന പൊൻപാത്രം ശ്രദ്ധിക്കണമേ. നടുക്ക് മണ്ണായിരിക്കുന്ന പൊൻപാത്രം, ഇപ്പുറത്ത് 5 പ്രമാണം എഴുതിയ ഒരു കൽപ്പലക, മറുഭാഗത്ത് 5 പ്രമാണം എഴുതിയ 2ാമത്തെ കൽപ്പലക, 2 സൈഡിൽ പ്രമാണങ്ങൾ ഇരിക്കുക. പ്രമാണത്തിന് നടുക്ക് മുകളിൽ നിന്ന് കൃപാസന കീഴെ ഈ മണ്ണിരിക്കുന്നതുകൊണ്ട് അതിന് കേടുവന്നില്ല. 1 കൃപയുടെ കീഴെയാണ്, 2 പ്രമാണത്തിന്റെ ഇടയ്ക്കാണ്. കാലം മാറിയത് കൊണ്ട് കോലം മാറി എന്ന് പറഞ്ഞുള്ള പോലെ സഭയിൽ ദുരുപദേശങ്ങൾ കേറി സഭയിൽ നിന്ന് ഏതാ ശരി ഏതാ തെറ്റെന്നറിയാതെ ഒരു കൂട്ടം ദൈവമക്കളായ അന്താളിച്ചു നിൽക്കുമ്പോൾ ഇതിനകത്ത് ഓർമ്മിക്കട്ടെ, കേട് വരാതിരിക്കണമെങ്കിൽ നീ ഇതിനകത്ത് പ്രമാണത്തിന്റെ സഭയുടെ തകർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പൈശാചിക ശക്തികളെ വെല്ലുവിളിക്കാൻ കരുത്തുള്ളവരായി ഞാൻ നിങ്ങൾ മാറണമെങ്കിൽ 1 നീ കൃപയുടെ കീഴേ ആയിരിക്കണം, 2 നീ പ്രമാണത്തിന്റെ ഇടയ്ക്കായിരിക്കണം, 3 അകലോട്ട് തളർത്ത് പൂത്ത് ബദാമ്പലം കഴിച്ച വടി. ഈ 2 പ്രമാണങ്ങളുടെ നടുവിൽ ഇടയ്ക്കിരിക്കുന്ന മണ്ണിട്ട് വെച്ച പൊൻപാത്രത്തെ മീതെ വെച്ചിരിക്കുകയാ ശുശ്രൂഷ തെളിയിക്കപ്പെട്ട വടി. അഭിഷേകം തെളിയിക്കപ്പെട്ട വടി, ആത്മീയ മുന്നേറ്റം തെളിയിക്കപ്പെട്ട വടി. മത്സരികളുടെ മുമ്പിൽ മത്സരിച്ചതിനെ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഉടക്കിയിട്ട് ദൈവം തിരഞ്ഞെടുത്തതിനെ ഒറ്റ രാത്രി കൊണ്ട് തളർപ്പിച്ച ദൈവത്തിന്റെ വടി അതിന്റെ മുകളിലിരിക്കുക. ഇന്ന് രാത്രി ഒരു കാര്യം എനിക്ക് ദൂതായി പറയാനുണ്ട്. കൊത്തിയെടുത്ത മൂലക്കല്ലാകുന്ന സഭയോട് ചേർത്ത് പണിത ജീവനുള്ള കല്ലായ നിനക്ക് ഇന്ന് രാത്രി തെളിയിക്കപ്പെട്ട അഭിഷേകമുണ്ടെങ്കിൽ, തെളിയിക്കപ്പെട്ട ദൈവമുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ കഴിയാതെ കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്വന്തം രാത്രിയുണ്ട്. വിശ്വാസം
ശ്രദ്ധിക്കണേ, മഞ്ഞ കേടുവരാതിരിക്കാൻ കാരണം ഒന്ന് കൃപയുടെ കീഴല്ല, രണ്ട് പ്രമാണത്തിന്റെ ഇടയ്ക്ക, മൂന്ന് ശുശ്രൂഷ തെളിയിക്കപ്പെട്ട മത്സരങ്ങളുടെ തകർത്ത വഴിയുടെ കീഴയാ. പോരാ, മീതെ മാറ്റിക്കെട്ടിയ കുഞ്ഞാടിന്റെ അറുക്കപ്പെട്ട രക്തം മീതെ തളിച്ചിരിക്കുകയാണ്. അകത്തിരിക്കുന്ന മഞ്ഞ കേടാകാതിരിക്കാൻ കാരണം പുറത്ത് അറുക്കപ്പെട്ട കുഞ്ഞാട് രക്തമൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നിനക്ക് കേടുവരാതിരിക്കാൻ ഇന്ന് രാത്രി നിന്റെ ആത്മീക മണ്ഡലത്തിന് മൂല്യച്യുതി സംഭവിപ്പിച്ച് സഭകൾക്ക് നേരെ പിശാച് വാളോക്കുമ്പോൾ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവം പറയട്ടെ, ഇന്ന് രാത്രി അറുക്കപ്പെട്ട കുഞ്ഞാട് രക്തമുണ്ടെങ്കിൽ കുഴിയിൽ വെച്ച് കുറവ് തീർത്ത് അതെ ചാട്ടവാറിന്റെ അടികൊണ്ട് കേട് തീർത്ത മൂലക്കല്ലായ യേശു ക്രിസ്തുവിനോട് ചേർത്ത് പണിയുന്ന ദൈവമാണെങ്കിൽ നിന്നെ കേടാതെ സൂക്ഷിക്കാൻ. ഈ രാത്രിയിൽ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ കാൻസറും ലുക്കേമിയായും ട്യൂമറും ഹാർട്ടിന്റെ വാൽവിന്റെ ബ്ലോക്കും കിഡ്നിയുടെ ട്രബിളും വൈറൽ ഫീവറും ഹെപ്പറ്റൈറ്റിസ് ബിയും ഒക്കെയായിട്ട് നീ തകർന്ന മനസ്സുമായിരിക്കുന്നെങ്കിൽ ദൂതേറ്റെടുത്തോ. ഈ പ്രഥമ രാത്രിയിൽ സൗഖ്യം നടക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി അടിക്കപ്പെട്ടൊരു പാറയുണ്ട്, തകർക്കപ്പെട്ടൊരു പാറയുണ്ട്. നിന്നെ മൂലക്കല്ലായി ചേർക്കുന്നത് ചത്ത കല്ലുകളായിട്ടല്ല, ജീവനുള്ള കല്ലുകളായിട്ടാ, ജീവനുള്ള കല്ലുകളായിട്ടാ. ഈ രാത്രി ചെറുത് ജീവൻ പ്രാപിക്കുന്ന 34ാമത്തെ PC കോൺഫറൻസിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിശ്വാസികളെ ഇന്ന് രാത്രി ഒരു ജീവന്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ നിന്റെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലെ പോലെ ഇന്ന് രാത്രി അഭിഷേകത്തെ ആദിത്യത്തിന്റെ രാത്രിയാണ്. ഒന്ന് തളർക്കട്ടെ, ഒന്ന് തളർക്കട്ടെ. നിന്നെ നിർമ്മിച്ച, നിന്നെ അപമാനിച്ച, നിന്നെ ഒറ്റപ്പെടുത്തിയ അവസാനിച്ചെന്ന് പറയുന്നവരുടെ ഇന്ന് രാത്രി സഭയുടെ താല്പര്യം ഞാൻ ദൈവത്തെ സ്തുതിക്കുക. തീർന്നില്ല, മഞ്ഞ കേടുവരാതിരിക്കാൻ കാരണമുണ്ട്. ആരാധനയ്ക്കായി കയറി വരുന്ന പുരോഹിതൻ രക്തം തളിച്ചു കഴിയുമ്പോൾ ഇറങ്ങി വരുന്നൊരു തേജസ്സുണ്ട്, ഒരു ശക്തിയാണ്. ഈ യോഗം പ്രാർത്ഥിച്ചു തുടങ്ങിയത് മുതൽ ആത്മാവുള്ളവരത് കണ്ടുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരുടെ നമുക്ക് ആ തേജസ്സിനകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കേട് പോക്കുന്ന തേജസ്, നിന്റെ കേട് തീർക്കുന്ന തേജസ് ഇന്ന് രാത്രി ഈ കല്ല് ശോധന ചെയ്ത കല്ലായി, ഈ കല്ല് മൂലക്കല്ലായി മാറിയത് നിന്റെ ചത്ത ശവം പോലെ ഓടിയിരുത്താനല്ല, നിരാശപ്പെട്ടു വാടിയിരുത്താനല്ല. ഇന്ന് രാത്രി അകത്തളങ്ങൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ പലരല്ല. വിശ്വാസത്തിന്റെ ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ദൈവത്തിന് ആവശ്യം, ദൈവത്തിന് ആവശ്യം ദർശനം ഏറെയില്ലാത്ത, വചന വെളിപ്പാടില്ലാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദർശനം മങ്ങി അനേകര് ഏത് സമയത്തും കസാറയിൽ നിന്ന് പുറകോട്ട് വീണ് പെരളി ഒഴിഞ്ഞ് ചാകാൻ സമയം അടുത്തിരിക്കുമ്പോൾ അകത്തളത്തിൽ പ്രാർത്ഥിച്ചൊരു സഹോദരി ഒരു കാര്യം പറഞ്ഞു. എനിക്കൊരു കൊച്ചനെ വേണമെന്നല്ല പറഞ്ഞേ, എനിക്കൊരു ചെറുക്കനെ തരണമെന്നല്ല പറഞ്ഞേ. ദർശനം നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ, വചനം ദുർലഭമായ കാലഘട്ടത്തിൽ യഹോവയ്ക്ക് നിവേദിപ്പാൻ എനിക്കൊരു മകനെ തരണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥിച്ച വിഷയം മനസ്സിലായില്ലേ? പിള്ളാരില്ലാത്ത എന്റെ മച്ചി എന്ന പേര് മാറ്റാൻ എനിക്കൊരു കൊച്ചനെ തരണമെന്നല്ല പറഞ്ഞത്. ഈ വെളിപ്പാട് നഷ്ടപ്പെട്ട, ദർശനം നഷ്ടപ്പെട്ട, വചനം ദുർലഭമായ, കാഴ്ചപ്പാട് ഭംഗിയ ഈ കാലഘട്ടത്തിൽ യഹോവയ്ക്കായി നിവേദിപ്പാൻ എനിക്കൊരു തലമുറയെ തരണമെന്ന് ഈ പ്രാർത്ഥിച്ചോ. നിന്റെ
കെട്ടിപ്പുറകിൽ നിൽക്കുന്ന ഏലിയാവല്ല, അധികാരങ്ങളുടെ രഥത്തിന് മുമ്പിൽ ഓടാൻ കരുത്തു പ്രാപിച്ച ഏലിയാവിനെ പോലെ. ഹല്ലേലൂയ. അത് 5-6 വെള്ളിക്കാശിന് അല്പം കീറ്റ തുണിക്കും, അത് ഫോൺ തുണി ആയിക്കോട്ടെ, അല്പം ഫോൺ തുണിക്കും അല്പം വെള്ളിക്കും ഇച്ചിരി ഡോളറിനും വേണ്ടി അധികാരങ്ങളുടെ പുറകെ കൊണ്ട് ഏകസിയല്ല, അധികാരങ്ങളെ വലവയ്ക്കാതെ മുമ്പിൽ ഓടാൻ കരുത്തുള്ള ഏലിയാവിനെ പോലെ സെക്രട്ടറിയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, മോനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായില്ല. ഞാൻ ചോദിച്ച കർത്താവ് എന്തായിരുന്നു പ്രാർത്ഥനാ വിഷയം കേൾക്കണ്ടേ? 400 വർഷമായി ദേശത്ത് വചനമില്ല, 400 വർഷമായി പ്രവാചക ശബ്ദമില്ല, 400 വർഷമായി കോൺഫറൻസ് ഇല്ല, പ്രസംഗമില്ല, ഒന്നുമില്ല. തകർന്നു കിടന്നപ്പോ സെക്രട്ടറിയോട് പറഞ്ഞു, ദൈവമേ 400 വർഷമായി ദൈവിക ഇടപെടൽ നഷ്ടപ്പെട്ടിടത്ത് ദൈവിക ഇടപെടലിന് വേണ്ടി വഴി തുറക്കാൻ കൊള്ളാവുന്ന, വഴി വെട്ടാൻ കൊള്ളാവുന്ന ഒരു തലമുറ എനിക്ക് തരണം. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതിന്റെ രാത്രി ദൈവത്തിന്റെ പൈതലെ ഒരു വഴി വെട്ടാൻ പെന്തക്കോസ്തിന്റെ വഴി അടഞ്ഞിട്ടില്ല, കൃപയുടെ വഴി അടഞ്ഞിട്ടില്ല, സഭയുടെ വഴി അടഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ഒരു സെക്രട്ടറി തുടങ്ങി പോലെ ജനം ദൈവത്തെ തുണിച്ചാരാധിക്കട്ടെ. ദൈവത്തിന്റെ പൈതലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായോ? വഴി വെട്ടാൻ, വഴി വെട്ടാൻ. വളരെ വയസ്സിൽ നിന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ വഴി വെട്ടാനുള്ള അവസരം വിടാൻ പോവുകയാണ്. എങ്ങനെ വഴി വെട്ടുന്നത്? അനീതെന്ന് പറഞ്ഞ 400 വർഷത്തിൽ ഇരുണ്ട് വ്യാപരിച്ച സഭയ്ക്കകത്ത് യാതൊരു മാന്യതയുമില്ലാതെ സഭയുടെ മുഖച്ഛായ മുഴുവൻ പിച്ചിക്കീറിയ ഒരു കാലഘട്ടത്തിൽ ഞാനിതേ മുഖം നോക്കാതെ ദൂത് പറയുന്ന, മാനസാന്തരം മാത്രം പ്രസംഗിക്കുന്ന ഒരു യോഹന്നാനെ ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോവുക. ഇന്ന് രാത്രി സഭയ്ക്കകത്ത് ഒരു യോഹന്നാൻ എഴുന്നേൽക്കാൻ തയ്യാറായാൽ, ഒരു ചൗമേൻ എഴുന്നേൽക്കാൻ തയ്യാറായാൽ, അപ്പന്മാരുടെ യുദ്ധത്തിന് കാണുന്ന പിള്ളാരെ അഭിഷേകം ചെയ്യുന്ന ചൗമേനല്ല, അപ്പന്റെ യുദ്ധം നോക്കാതെ അയക്കപ്പന്റെ യുദ്ധത്തിന് അഭിഷേകം ചെയ്യുന്ന ചൗമേനെ പൊക്കോണം നോക്കി ഒന്നും ചെയ്യുന്നവരല്ല. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ ചിലതുണ്ട്, അത് പൊക്കം നോക്കേണ്ടതല്ല, വണ്ണം നോക്കേണ്ടതല്ല. ഈ പ്രഥമ രാത്രി കോൺഫറൻസിൽ ചിലതിന്റെ മേൽ അഭിഷേകം പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നേരോടിക്കാൻ തയ്യാറുള്ള ഒരു തലമുറയെ ഈ രാത്രി എഴുന്നേൽപ്പിക്കാൻ എത്ര മാതാപിതാക്കൾ കൊതിക്കുന്നുണ്ട്. താഴെ യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ടല്ലോ, കർത്താവെ മുകളിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാതാക്കളെ യോഗം നടക്കുമ്പോൾ താഴെ ഈ ആത്മാവിന്റെ ശക്തി തലമുറകളെ ഒരു ശുശ്രൂഷയ്ക്ക് എഴുന്നേൽപ്പിക്കണമെന്ന് കൊതിക്കുന്ന മാതാപിതാക്കൾ ശോധന കഴിച്ച കല്ല്, തള്ളിക്കൊന്ന കല്ല്, തമ്പുര മൂലക്കല്ലായി തീർത്തന്നെ. നമ്മൾ എത്ര പേരെ ലോകം അംഗീകരിച്ചാലും ആർക്ക് വേണമായിരുന്നു? ഹലോ, എന്നെ കൂടെ പുറപ്പേ, ഇപ്പൊ നമ്മൾ സൂട്ടും കോട്ടും ടൈയൊക്കെ ഇട്ട് നിൽക്കുകയല്ലേ? ആർക്ക് വേണമായിരുന്നു? സ്വന്തക്കാരെ എന്താ കൈ തരുമായിരുന്നു? ബന്ധക്കാരെല്ലാം തിരിഞ്ഞു നോക്കുമായിരുന്നു? നല്ല കല്യാണം വന്നാൽ വിളിക്കുമായിരുന്നു? കേറി താമസം വിളിക്കുമായിരുന്നു? ആർക്കും വേണ്ടായിരുന്നല്ലോ. ഇന്ന് മാന്യത ഉണ്ടായില്ലേ? മാന്യത ഉണ്ടായത് നിന്റെ കൈക്ക് ഡോറിന്റെ വിലയല്ല, മൂലക്കലിനോട് ചേർത്ത് വെച്ച് തന്നതുകൊണ്ട്. മനസ്സിലായ ദൈവത്തെ ശ്രമിക്കട്ടെ. മാന്യതയുള്ള വിലയേറിയ ശ്രേഷ്ഠമായ മൂലക്കലിനോട് നിന്നെയും എന്നെയും നമ്മുടെ ചേർത്ത് പണിയാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമ്മെക്കാൾ മിടുക്കന്മാർ എന്റെ ക്ലാസ്സിലെ കണക്കിന് 100-ൽ 100 മേടിച്ചോ. വെച്ചുചെറിയ മാടക്കടയും വെച്ചോണ്ട് വെറ്റയും വാങ്ങും ആ ചുണ്ണാമ്പ് വെച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ സ്തോത്രം നടക്കും. അവന് കണക്കിന് 100-ൽ 100, സയൻസിന് 100-ൽ 100. സ്തോത്രം. അവൻ വെജിറ്ററച്ചന്റെ വെറ്റയും വാക്കും വെച്ച് നാരങ്ങയോടെങ്കിൽ ഇത് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ യാത്ര ഫീസിനാക്കി പ്രസംഗിക്കുക. വിദ്യാഭ്യാസം കൊണ്ടൊന്നും അല്ലെന്നേ, വിദ്യാഭ്യാസം കൊണ്ടല്ലെന്നേ, ജീവനുള്ള കല്ലായ എനിക്ക് വേണ്ടി തകർത്ത കല്ലിലൂടെ
ചേർത്ത് വെച്ച് പണിതുകൊണ്ട് ഇന്ന് അതിനെ ചേർത്ത് വെച്ച് പണിയാ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാത്രി ചെറുതിനെ ഇവിടെ മോളി മാത്രമല്ല ഈ കൃപ താഴെ വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവേർക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി മോളിലും താഴെയും ഒരുപോലെ 34ാമത്തെ പെന്തക്കോസ്ത് കോൺഫറൻസ് ഒരു ചടങ്ങല്ലെന്ന് ദൈവം പറയുന്നു. ജനങ്ങളെയും വേർതിരിക്കുന്ന രാത്രിയാ ഒരു അത്ഭുതത്തിന്റെ രാത്രിയാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ തകർന്ന മനസ്സുമായി നീ അവിടെ വന്നിരിക്കുന്നെങ്കിൽ നിന്റെ സ്വർഗ്ഗം ഇന്ന് രാത്രി മുദ്രയിട്ട് ആദരിക്കുന്ന രാത്രിയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഞാൻ പ്രസംഗിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് രാത്രി നിന്റെ കേട് മാറുന്ന കൃപ നിന്റെ ഇറങ്ങി വരാൻ പോവുക. നിനക്കൊന്ന് കൈയടിക്കാൻ വയ്യാത്തതുപോലെ നിന്റെ കൈകളെ തളർത്തി, അതരത്തൊന്നും സ്തുതിക്കാൻ കഴിയാത്തതുപോലെ നിന്റെ അതരത്തെ ബന്ധിച്ച് നിന്റെ മനസ്സിനെ സന്തോഷമെല്ലാം കെടുത്തി നിന്നെ ഒരു നിരാശയുള്ള പിണ്ടമാക്കി ആർക്കും വേണ്ടാത്തൊരു വേസ്റ്റ് പോലെ ഒരാരാധന പോലെ സ്വോത്ര കാഴ്ചയിടുന്ന ഒരാളാക്കി മാറ്റി നിന്നെ ഇന്ന് രാത്രി ചൈതന്യമുള്ള ജീവനുള്ള കല്ലായി യുക്തമായി ചേർത്ത് പണിയാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സഭ തളരുകയല്ല, സഭ വളരുകയാ. ഇന്ന് രാത്രി വളരുന്ന സഭയിൽ നീ തളരല്ല. നിന്നെ വളർത്താൻ ഉലകത്തിൽ എല്ലാവരും കൂടെ തളർത്താൻ നോക്കിയാലും സ്വർഗ്ഗം നിന്നെ വളർത്താൻ പാടില്ല. ഇന്ന് രാത്രി സ്വർഗ്ഗം നിന്നെ വളർത്തുക തന്നെ എന്ന് വിശ്വസിക്കുന്നവർ ആ വാക്യനാണ് സഭയുക്തമായി വളരുന്നത്. ഹലോ, സഭയുക്തമായി വളരുന്നു. അങ്ങനെയാണ് ഇന്ന് രാത്രി സഭ വളരാൻ പോകുക. സഭയ്ക്കകത്ത് നീ വളരാൻ പോകുക. നിന്റെ വീട്ടിൽ തലമുറ വളരാൻ പോകുക. നിന്റെ കൃപ വളരാൻ പോകുക. നിന്റെ അഭിഷേകം വളരാൻ പോകുക. നിന്റെ പ്രാർത്ഥന വളരാൻ പോകുക. നിന്റെ വചനധ്യാനം വളരാൻ പോകുക. നിന്റെ സ്നേഹം വളരാൻ പോകുക. നീ വള്ളത്തിൽ നിന്നും ഉയരത്തിൽ നിന്നും പിശാച് വിധി പറഞ്ഞ അതിരുകളെ ഇന്ന് രാത്രി സ്വന്തം പൊളിച്ചു മാറ്റിയിട്ട് ദൈവം നിന്നെ പണിയുന്ന രാത്രിയാ. വിശ്വാസത്തോടെ ഭക്തരെ പിടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ വളരെ മോനെ പോലെ സ്നേഹിക്കുന്ന ഡോക്ടർ പ്രസൻ മേമന ഈ വർഷം 100 കൺവെൻഷനുകൾ ഒന്നിച്ച് പാടിക്കാൻ അദ്ദേഹം പാടി ഞാൻ പ്രസംഗിച്ചു. അമേരിക്കയിൽ ഒന്നിച്ച് കാണാൻ അദ്ദേഹം ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഇമ്മാനുവേലും ഒന്നിച്ച് പാടിയായിരുന്നു കേട്ടോ. പ്രൈസ് നമ്മുടെ പ്രൈസ് ഡൽഹി വെച്ച് ഒന്നിച്ച് ഞങ്ങളെ കൺവെൻഷനെ ഞാൻ പ്രസംഗിച്ച കൺവെൻഷൻ പാടി എല്ലാവരും വെച്ച് ഒന്നിച്ച് കാണാൻ ഇടയായല്ലോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ ദൈവം വളർത്തും, എന്റെ സഭയെ വളർത്തും, എന്റെ ശുശ്രൂഷയെ വളർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വളരത്തില്ലെന്ന് പിശാച് പറഞ്ഞിടത്ത് ദൈവം എന്നെ വളർത്താൻ പോവുകയാണ്. എന്റെ കുടുംബത്തെ വളർത്താൻ പോവുകയാണ്. എന്റെ തലമുറയിൽ തന്നെ ശൗബേലിനെ പോലെ, എന്റെ തലമുറയിൽ ചെറുതിനെ അതിനെ ദാവീദിനെ പോലെ, ദൈവത്തിന് കൊള്ളാവുന്നവനെ പോലെ, യൂദയുടെ പെരയ്ക്കകത്ത് പ്രാർത്ഥിച്ച ശൗലിന് വേണ്ടി ദൂത് പറയാനും കൈവെക്കാനും ഒരു അനന്യാസനെ അയച്ചതുപോലെ ഇന്ന് രാത്രി ചില അകത്തളങ്ങളിൽ ഒറ്റയ്ക്ക് ആരും വിടിവിക്കുമെന്നറിയാതെ പ്രാർത്ഥിക്കുന്നതിന്റെ ശൗരന്മാരെ തേടി ദൈവത്തിനെ അയക്കാൻ പോവുക. ദൈവത്തിനെ അയക്കാൻ പോവുക. വിശ്വാസമുള്ളവർ മാത്രം ദൈവസംഘം ഉടനിലെത്താറ് തന്നെക്കൊണ്ട് വേഗത്തിൽ പ്രാർത്ഥിക്കുക. നീ വിശ്വസിച്ച സൗഖ്യം ഇപ്പോൾ നടക്കാൻ പോവുക. നിന്റെ നാളുകളായി മാസങ്ങളായി അകത്തുന്ന നിന്റെ നന്മകൾ ഹോസ്പിറ്റലിൽ ചോർത്തിക്കളയുന്ന രോഗത്തിന്റെ കെട്ടിനെ സ്വർഗ്ഗം ഇപ്പോൾ അടിക്കാൻ പോവുക. ശാപത്തിന്റെ കെട്ടിനെ സ്വർഗ്ഗം ഇപ്പോൾ അടിക്കാൻ പോവുക. നിന്റെ ഭാവി നന്മകൾ
സ്നേഹത്തിനായി സ്തോത്രം. പുത്രനോട് ഞങ്ങളെ മക്കളും കൂട്ടവകാശമാക്കി തീർത്തുകൊണ്ട് സ്തോത്രം. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവേ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ഞങ്ങളെയും ചേർത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ജനത്തിനായി സ്തോത്രം. ഈ മഹായോഗത്തിന്റെ പ്രാരംഭ ദിവസത്തിൽ തന്നെ അവിടുത്തെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കാതെ സ്തോത്രം. തുടർന്നുള്ള യോഗങ്ങളോട് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. കാഹളം ധ്വനിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് മേഘങ്ങളിൽ അങ്ങ് എതിരേൽപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരവതാമസിക്കുന്നുവെങ്കിൽ അടുത്ത ദിവസം നടക്കുവാൻ അനൗൺസ് ചെയ്ത എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി നടക്കുവാൻ, തിരുനാമത്തിന് മഹത്വമായിരിക്കാൻ, ഈ കോൺഫറൻസിന്റെ അനുഗ്രഹത്തിന് കാരണമായി തിരുവനടയാക്കണമേ. ചുമതല എടുത്തിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചാട്ട് സകല മഹത്വത്തേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നടത്തിപ്പും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘങ്ങൾ വരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മഹാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം.